ഹലോ ഡിയേഴ്സ്, ഇന്നൊരു റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് ആണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസൊനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. നിങ്ങൾ പോസിറ്റീവായി തിങ്ക് ചെയ്യുക, തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു കാർമിക് എനർജി കാണുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുമായിരിക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ എഫക്റ്റ് കാണുന്നുണ്ട്, ഒരു നെഗറ്റീവ് എനർജി. ആ നെഗറ്റീവ് എനർജി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഒരു പക്ഷേ ഈ ഒരു നെഗറ്റീവ് എനർജി ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എൻഡായി പോയ ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ തമ്മിലൊരു സോൾമേറ്റ് കണക്ഷൻ ആയിരുന്നായിരിക്കാം. പക്ഷേ അതൊരു ഈ ഒരു നെഗറ്റീവ് എനർജി, അതായത് ഈ ഒരു കാർമിക് പാർട്ട്ണർ അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് നിങ്ങളുടെ ലൈഫിൽ വന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എൻഡായി പോയ ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. എന്താണ് നിങ്ങളുടെ പേഴ്സൺ എനർജി എന്ന് നോക്കാം. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു നിങ്ങളുടെ തമ്മിലെ റിലേഷൻ എൻഡായി പോയതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലാണെന്നാണ് കാണുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെതിരായി നിൽക്കുന്ന ഒരുപാട് ആളുകൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ചുറ്റും ഉണ്ടായിരിക്കാം. അതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ക്യൂനോസോട് കിട്ടിയതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെതിരായി നിൽക്കുന്ന ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടെന്നാണ് കാണുന്നത്. ആ ഒരു വ്യക്തിയുടെ ഇടപെടൽ മൂലം നിങ്ങളുടെ റിലേഷൻഷിപ്പ് എൻഡായി പോയതായിട്ടാണ് ഇവിടെ കാണുന്നത്. അത് കാരണം നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ സ്റ്റക്കായിട്ടാണ് ഇവിടെ കാണപ്പെടുന്നത്. ആ പേഴ്സൺ ഒന്ന് മൂവ് ഓൺ ചെയ്യാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമാണ് കാണുന്നത്. ഒരു പക്ഷേ ബ്ലാക്ക് മാജിക്കിൻ്റെയോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രേയേഴ്സോ അങ്ങനത്തെ എന്തെങ്കിലും വേറെ എനർജി ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ അവിടെ നിന്ന് ആ തേർഡ് പാർട്ടിയിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്നാണ് ഇവിടെ കാണുന്നത്. ഈ പേഴ്സൺ വിചാരിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള റിലേഷനിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും ഇനിയും. കാരണം ഇതൊരു ബ്രേക്കപ്പായി പോയ ഒരു റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇനിയും ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും മുന്നോട്ട് പോകുന്നതിന് എന്ന് ഈ ഒരു വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. ഇവർ ആ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ സ്റ്റക്ക് ആയതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് ഒരു ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരാനായിട്ട് ഈ ഒരു പേഴ്സണ് സാധിക്കുന്നില്ല. നിങ്ങളെപ്പറ്റി എന്താണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത് എന്നുകൂടെ നോക്കാം. ഈ പേഴ്സൺ തേർഡ് പാർട്ടിയിൽ നിന്ന് തിരികെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങളെ അവരുടെ സോൾമേറ്റ് തന്നെയാണെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത്. നിങ്ങൾ തന്നെയായിരുന്നു അവരുടെ യഥാർത്ഥ പാർട്ട്ണർ എന്നിപ്പോൾ ഈ വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്നു. ഈ തേർഡ് പാർട്ടിയിലേക്ക് ഇവർ പോയത് എന്തൊക്കെയോ ടെംപ്റ്റേഷനൊക്കെ നിമിത്തമായിരിക്കാം ഈ തേർഡ് പാർട്ടിയിലേക്ക് പോയത്. പക്ഷേ ഇപ്പോൾ അവർ വിചാരിക്കുകയാണ് നിങ്ങൾ തന്നെയാണ് അവരുടെ സോൾമേറ്റ് എന്ന്. പക്ഷേ അവരിപ്പോൾ ഒറ്റയ്ക്കാണ്.
അവർക്കൊരു ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരാനായിട്ട് സാധിക്കുന്നില്ല. ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻഡ് ആക്കിയിട്ട് നിങ്ങളിലേക്ക് ഒരു കമ്മിറ്റ്മെൻറ്റോടുകൂടി ഇപ്പോൾ വരാൻ ആ വ്യക്തിക്ക് കഴിയുന്നില്ല. അങ്ങനത്തെ ഒരു എനർജിയാണ് കാണുന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ളതായിട്ട് കാണുന്നു. ഒരുപക്ഷെ ഈ തേർഡ് പാർട്ടിയോട് നിറവേറ്റേണ്ട റെസ്പോൺസിബിലിറ്റീസ് ആയിരിക്കാം. എന്തൊക്കെയോ റെസ്പോൺസിബിലിറ്റീസ് ഈ വ്യക്തിക്ക് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അത് കാരണം അവർക്ക് അത്ര പെട്ടെന്നൊന്നും ഈ തേർഡ് പാർട്ടിയെ വിട്ടിട്ട് നിങ്ങളുടെ അടുക്കലേക്ക് പെട്ടെന്നൊന്നും വരാനായിട്ട് സാധിക്കുകയില്ല. അങ്ങനത്തെ ഒരു എനർജിയാണ് കാണുന്നത്. ഈ യൂണിവേഴ്സ് തരുന്ന ഒരു അഡ്വൈസ് എന്താണെന്നും കൂടെ നോക്കാം. ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ സോൾമേറ്റ് തന്നെയാണ്. അത് കാരണം നിങ്ങളുടെ സോൾമേറ്റിൻ്റെ ആ ഒരു റിലേഷൻഷിപ്പ് കൂടുതൽ സ്ട്രോങ് ആക്കാനായിട്ടാണ് നിങ്ങളുടെ ഇടയിൽ കാർമിക് പാർട്ട്ണർ വന്നേക്കുന്നത്. നിങ്ങളുടെ ബന്ധം കുറച്ചുകൂടെ ആഴത്തിൽ മനസ്സിലാക്കാനും നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം കൂടുതൽ കമ്മിറ്റ്മെൻറ്റിലേക്ക് കൊണ്ടുവരാനും നിങ്ങളുടെ പേഴ്സണെ മനസ്സിലാക്കാനാണ് ഈ ഒരു കാർമിക് എനർജി നിങ്ങളുടെ ഇടയിൽ വന്നത്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് ഇപ്പോൾ പറയുന്നത് നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട്. നിങ്ങളുടെ സോൾമേറ്റ് തന്നെയാണ്. അതുപോലെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്ക് ആവുന്നതായിട്ടാണ് യൂണിവേഴ്സ് ഈ ഒരു സമയം പറയുന്നത്. നിങ്ങൾ അഫർമേഷൻ പറയുക, പോസിറ്റീവായിട്ടുള്ള മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം നിങ്ങൾ ട്രൈ ചെയ്യുക ഈ ഒരു സമയം. നിങ്ങളുടെ പേഴ്സണെ മാനിഫെസ്റ്റേഷൻ വഴി നിങ്ങളിലേക്ക് തന്നെ തിരികെ കൊണ്ടുവരാൻ പറ്റും എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻഡായി ഈ പേഴ്സൺ തിരികെ നിങ്ങളിലേക്ക് തന്നെ വരും എന്ന് തന്നെയാണ് പറയുന്നത്.